ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അതിനുവേണ്ടി ഞാനൊരു പാക്കറ്റ് പനീർ ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഫ്രോസൺ ആയിട്ടുള്ളതാണ്. ചെറിയ ക്യൂബ്സ് ആയിട്ടുള്ള പനീറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പിലോട്ട് വയ്ക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ബട്ടർ ഉരുക്കിയെടുക്കുക. ബട്ടറെല്ലാം മെൽറ്റായി വരുമ്പം തീ ഒന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിക്കൊടുക്കുക. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ. പൊടി ബട്ടറുമായിട്ട് ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് ഇളക്കി നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കുക. റോസ്റ്റായ പനീർ ക്യൂബ്സിനെ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച്, 2 വറ്റൽമുളക്. മറ്റൊരു പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടായ ശേഷം കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും കൂടെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടറൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ 2 വറ്റൽമുളകും അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഒന്ന് സോട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും തളിച്ചു കൊടുത്താൽ പെട്ടെന്ന് സവാള വഴറ്റി കിട്ടും. അതൊരു ടിപ്പാണേ. സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 2 തക്കാളി, 6-7 കശുവണ്ടി കൂടെ ഇട്ട് വെള്ളം ചേർക്കാതെ നല്ലപോലെ അരച്ചെടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന ശേഷം ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കി മൂപ്പിക്കുക. പൊടി ഇട്ട് കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലാക്കണേ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന കശുവണ്ടിയും തക്കാളിയുടെയും പേസ്റ്റും കൂടെ അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. തീ നന്നായിട്ട് കൂട്ടി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയുടെ പച്ചച്ചുവ ഒക്കെ മാറണം. പച്ചച്ചുവയൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് കസ്തൂരി മേത്തി നല്ലപോലെ കൈകൊണ്ട് ഞെരടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തീ കുറച്ച് വെച്ച് 2-3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്ത് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഓഫ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് മല്ലിയില വിതറി കൊടുക്കാം. ഇതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്തേക്കണേ. പനീർ ബട്ടർ മസാല റെഡിയായി. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ
ടാറ്റാ ബൈ ബൈ.